നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക ലോകത്ത് ഹീറോയിൽ നിന്ന് സീറോയിലേക്കും തിരിച്ചുമുള്ള ദൂരം വളരെ കുറവാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ്, അതായത് 2026 മാർച്ചിൽ നടന്ന 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇതേ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തിൽ 89 റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യയുടെ ഹീറോയായ അതേ സഞ്ജു സാംസൺ ഇന്ന് ചെസ്റ്റർലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിൽ വെറും 1 റൺസിന് പുറത്തായി മടങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. സകിബ് മഹ്മൂദിന്റെ ഓഫ് സ്റ്റംപിന് തൊട്ടുപുറത്ത് വന്ന ഫുൾ ഡെലിവറി. സഞ്ജു തന്റെ പതിവ് ശൈലിയിൽ മനോഹരമായ ഒരു ഡ്രൈവിന് ശ്രമിച്ചു. ടൈമിംഗ് കൃത്യമായിരുന്നെങ്കിലും പന്ത് അല്പം ഉയർന്നു പൊങ്ങി ബാക്ക്വേർഡ് പോയിന്റിലേക്ക് പാഞ്ഞു. അവിടെ ഫീൽഡ് ചെയ്യുകയായിരുന്ന ടോം ബാറ്റൺ വലത്തോട്ട് ഡൈവ് ചെയ്തുകൊണ്ട് ഇരു കൈകളിലുമായി ആ പന്തൊതുക്കുമ്പോൾ അത് വെറുമൊരു വിക്കറ്റ് വീഴ്ച മാത്രമായിരുന്നില്ല. ഇന്ത്യൻ ടീമിലെ തന്റെ സ്ഥാനത്തിനായുള്ള സഞ്ജുവിന്റെ പോരാട്ടത്തിനേറ്റ വൻ തിരിച്ചടിയായിരുന്നു. തുടർച്ചയായ 3 സിംഗിൾ ഡിജിറ്റ് സ്കോറുകൾ. അയർലൻഡിനെതിരെയുള്ള കഴിഞ്ഞ 2020 പരമ്പരയിലെ നിരാശാജനകമായ പ്രകടനങ്ങൾക്ക് ശേഷമാണ് സഞ്ജു ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയ്ക്കായി പാഡണിഞ്ഞത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സിംഗിൾ ഡിജിറ്റിൽ പുറത്തായ സഞ്ജുവിന് ഈ മത്സരം അത്രമേൽ നിർണായകമായിരുന്നു. എന്നാൽ 7 പന്തുകൾ നേരിട്ട് വെറും 1 റൺസ് മാത്രം എടുത്ത് പുറത്തായതോടെ തുടർച്ചയായ 3ാമത്തെ മത്സരത്തിലാണ് സഞ്ജു 2 അക്കം കാണാതെ പുറത്താകുന്നത്. ഒരു അന്താരാഷ്ട്ര ഓപ്പണർ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിൽ ഇത്തരം പ്രകടനങ്ങൾ ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചും അയർലൻഡിനെതിരെയുള്ള 2020 പരമ്പരയിലെ 2ാമത്തേതിന്റെ അപ്രതീക്ഷിത തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീം ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഫോമിന്റെ ഉയർച്ച താഴ്ചകളും സഞ്ജുവിന്റെ കളിശൈലിയും സഞ്ജു സാംസൺ എപ്പോഴും ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കളിക്കാരനാണ്. ഫോമിലാകുമ്പോൾ ലോകത്തിലെ ഏതു മികച്ച ബൗളിംഗ് നിരയെയും നിലംപരിശാക്കാൻ കെൽപ്പുള്ള ക്രിസ്പി ഷോട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അമിതമായ ആക്രമണോത്സുകതയോ അല്ലെങ്കിൽ ക്രീസിൽ സെറ്റാകുന്നതിന് മുൻപുള്ള വിക്കറ്റ് വലിച്ചെറിയലോ ആണ് അദ്ദേഹത്തെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലും സകിബ് മഹ്മൂദിന്റെ പന്തിൽ ആ ഡ്രൈവിന് ശ്രമിക്കുമ്പോൾ പന്തിന്റെ ലെങ്ത് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ സഞ്ജുവിന് ചെറിയ പാകപ്പിഴ പറ്റി. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പന്തിന് ലഭിക്കുന്ന ചെറിയ സ്വിങ്ങും ബൗൺസും കണക്കിലെടുക്കാതെയുള്ള ഡ്രൈവ് ബാറ്റണിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. ഈ പരമ്പരയിൽ സഞ്ജുവിനു മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാകാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. അതാണ് 15 വയസ്സുകാരൻ പ്രതിഭ വൈഭവ് സൂര്യവംശി. ഈ വർഷത്തെ IPL-ൽ 776 റൺസ് അടിച്ചുകൂട്ടി ടൂർണമെന്റിലെ MVP ആയ സൂര്യവംശി ഇന്ത്യൻ ബെഞ്ചിലുണ്ട്. മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്രയെ പോലുള്ള ക്രിക്കറ്റ് നിരീക്ഷകർ സൂര്യവംശിയെ ഓപ്പണറായി കളിപ്പിക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന സമയമാണിത്. ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ എന്നിവർ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സഞ്ജുവിന് ലഭിക്കുന്ന ഓരോ അവസരവും വിലപ്പെട്ടതാണ്. ഇന്നത്തെ പരാജയത്തോടെ വരും മത്സരങ്ങളിൽ സഞ്ജുവിന്റെ സ്ഥാനം പ്ലേയിങ് 11-ൽ ചോദ്യം ചെയ്യപ്പെടാം. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഉപദേശവും മാനസിക വെല്ലുവിളിയും തന്റെ കരിയറിലെ മോശം സമയങ്ങളെക്കുറിച്ച് സഞ്ജു മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചാമ്പ്യനെ പോലെ അഭിനയിക്കാതെ സ്വന്തം മാനസികാവസ്ഥയോട് സത്യസന്ധത പുലർത്താൻ തുടങ്ങിയപ്പോഴാണ് തനിക്ക് മാറ്റമുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മുൻപ് ഫോം ഔട്ടായ സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ നൽകിയ ഒരു ഉപദേശം സഞ്ജു ഓർത്തെടുത്തിരുന്നു. നീ ക്രിക്കറ്റിനെ 100% സമർപ്പണത്തോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഈ കളി എന്നെങ്കിലും നിനക്കത് തിരിച്ചു നൽകും. ലോകകപ്പിലെ വൻ വിജയത്തിന് ശേഷം സഞ്ജുവിന് ആ പ്രതിഫലം ലഭിച്ചുവെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദം വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. 5 മത്സരങ്ങളുള്ള ഈ പരമ്പരയിലെ ആദ്യ മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. സഞ്ജുവിനെ പോലെയുള്ള ഒരു പ്രതിഭയ്ക്ക് ഒരു മികച്ച ഇന്നിംഗ്സ് മതി ഫോമിലേക്ക് തിരിച്ചെത്താൻ. എന്നാൽ അതിനായി അദ്ദേഹം തന്റെ കളിശൈലിയിൽ അല്പം മാറ്റം വരുത്തേണ്ടതുണ്ട്. പവർ പ്ലേയിലെ ജാഗ്രത. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ആദ്യത്തെ കുറച്ച് പന്തുകൾ പ്രതിരോധം നൽകാവുന്നതാണ്. സ്ട്രൈക്ക് റൊട്ടേഷൻ. ബൗണ്ടറികൾക്ക് മാത്രം ശ്രമിക്കാതെ സിംഗിളുകളിലൂടെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. സഞ്ജു സാംസൺ എന്ന ബാറ്ററുടെ പ്രതിഭയിൽ ആർക്കും സംശയമില്ല.
എന്നാൽ പ്രതിഭ മാത്രം പോരാ, കൺസിസ്റ്റൻസി കൂടിയുണ്ടെങ്കിലേ ഇന്ത്യൻ ടീമിൽ ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കൂ എന്ന് ഇന്നത്തെ വിക്കറ്റ് വീഴ്ച അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വരും മത്സരങ്ങളിൽ മലയാളി താരം ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തു നിന്നുള്ള ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും IPL-ലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.